പാലക്കാട് സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ് തെക്കേ മലമ്പുഴ. കടലും കടൽ തീരവുമൊന്നും സ്വന്തമായില്ലാത്ത പാലക്കാട്ടുകാരുടെ ഇപ്പോഴത്തെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രം തെക്കേ മലമ്പുഴയിലെ റിസർവോയർ പ്രദേശമാണ്. നല്ല കാറ്റും മലനിരകളും എല്ലാം ആസ്വദിക്കാനാകുന്ന ഇടം കൂടുതൽ ടൂറിസം സാധ്യതകൾ അർഹിക്കുന്നുണ്ട്. നിരവധി കുടുംബങ്ങളാണ് വൈകുന്നേരമാകുമ്പോഴേക്കും തെക്കേ മലമ്പുഴയിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തുന്നത്. തെക്കേ മലമ്പുഴയിലേക്ക് ഒരു യാത്ര നടത്തുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ. തെക്കേ മലമ്പുഴയിൽ നിന്നും നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലമ്പുഴയിൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധന. നമുക്ക് റൈഡിങ് എടുക്കാനേ നേരെ മലമ്പുഴയ്ക്ക് പോയാലോ? നമ്മുടെ മലമ്പുഴയ്ക്കോ? മലമ്പുഴക്കല്ല, തെക്കേ മലമ്പുഴയിലേക്ക്. അപ്പോൾ അവിടെ ഭയങ്കര വൈബാന്ന് പറയുന്നത്. പോയോ? അപ്പോൾ തെക്കേ മലമ്പുഴയിലേക്ക്. തെക്കേ മലമ്പുഴ അങ്ങനെ ആളുകൾക്ക് അത്ര പരിചിതമല്ല. ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി മലിനീകരണമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പാലക്കാട്ടുകാർക്ക് വൈകുന്നേരങ്ങളിൽ നല്ല സുഖമായി വന്നിരുന്ന് കുറച്ചധികം സമയം ഫാമിലിയൊക്കെ ആയിട്ട് ചെലവഴിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു സ്ഥലമാണ്. നമുക്ക് പെട്ടെന്ന് പോയി നോക്കാം. അപ്പോൾ ആളുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് പോയി നോക്കാം എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ എന്ന് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാം. എടാ മോനെ, ഇതാണ് അപ്പം ഞാൻ പറഞ്ഞ സ്ഥലം. തെക്കേ മലമ്പുഴയിലെ റിസർവോയർ മേഖലയാണ്. പണ്ട് സിനിമാ ഷൂട്ടിങ്ങുകളൊക്കെ നിരന്തരം ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊരു ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമൊക്കെ ആയ ഇങ്ങനെ ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് കുടുംബത്തോടൊപ്പം ഒക്കെ ഒത്തുചേരുന്നുണ്ട്. അവർക്ക് കുറച്ചധികം സമയം ഈ പാലക്കാടിൻ്റെ ചൂടൊന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാടധികം ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ പറ്റും. ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ചെറിയ ചെറിയ പരിപാടികൾ, ബർത്ത്ഡേ ആഘോഷം, വിവാഹ ചടങ്ങ് അതൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല ഡെസ്റ്റിനേഷൻ, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കേന്ദ്രമായി മാറുകയാണ് ഇവിടെ. ഒരുപക്ഷെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇടപെട്ട് അല്പം കൂടി സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി നൽകിയാൽ അത് ഒരുപാടധികം ആളുകൾക്ക് അതൊരു സഹായകമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് എന്തായാലും ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. അവർക്ക് എന്താണ് ഈ സ്ഥലത്തെക്കുറിച്ച് പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. പൊതുവേ ഈ ചൂട് ഇപ്പോൾ കുറച്ച് കമ്മിയായൊരു മൊമെൻ്റാണ്. മഴ പെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. മഴയും കൂടി കാണാൻ വേണ്ടി അവിടെ എത്തിയത്. ഇതിന് മഴ വരുന്നൊരു പ്രതീക്ഷയിലായിരിക്കുന്നത്. സത്യത്തിൽ നല്ല രസമല്ലേ കാണാൻ, നല്ല ഭംഗിയാണ് കാണാൻ. ഒരു പ്രത്യേക ഫീൽ അവിടെ വന്നിരിക്കുമ്പോൾ. ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അറിയും, പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അല്ല, മാലിന്യങ്ങളിൽ ഇല്ലാതെ നിലനിർത്തണം തന്നെ പറയാനുള്ളൂ. കാരണം ഇപ്പം നമുക്കറിയാമല്ലോ, ഹരിത കർമ്മസേന അതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാ സംരംഭങ്ങളും അവരുടേതായിട്ടുള്ള അതായിക്കോട്ടെ തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഞങ്ങൾക്ക് കടലൊന്നും ഇല്ലല്ലോ. സാധാരണ ഞായറാഴ്ചകളിൽ കടലിലൊക്കെ പോകും മറ്റുള്ള ജില്ലക്കാരൊക്കെ. ഞങ്ങൾക്കതില്ലല്ലോ. ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. അപ്പം മലമ്പുഴയേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിറന്നാൾ ആഘോഷങ്ങൾ, വിവാഹ ആഘോഷം, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ട്. അവരാണോ അത് അറേഞ്ച് ചെയ്തതെന്ന് അറിയില്ല. നിങ്ങളാണോ ഇത് സെറ്റ് ചെയ്തത്? നിങ്ങളാണോ? അല്ല, ഇവർ അറേഞ്ച് ചെയ്തതാണ്. ബ്രൈഡ് അറേഞ്ച് ചെയ്തത്. എങ്ങനെയുണ്ട് ഷൂട്ട് ചെയ്യാൻ? നല്ല ഭംഗിയുള്ള വിഷ്വൽസ് ഒക്കെ, നല്ല അടിപൊളി സ്ഥലത്താണ്. നല്ല ഗ്രീനറി. മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഇപ്പം എന്തായി മൊത്തത്തിൽ ആ വൈബ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി. നല്ല രസം, നല്ല വൈബാ. ഇനിയുള്ള കുറച്ചും കൂടി ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടത് കുറേ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനിയും തീർച്ചയായും വരാനുള്ള സാധ്യതയുണ്ട്. ടൂറിസത്തിന് നല്ല ഡെവലപ്മെൻറ്റ് വരണം. ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മൾ വന്നാലും നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, ഒന്ന് ഇരിക്കാനോ ഒന്നും സ്പേസ് ഇല്ലാത്ത പോലെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും ആൾക്കാർക്ക് ഇരിക്കാനും കാർ പാർക്ക് ചെയ്യാനും എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റിനുള്ള അതൊക്കെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ നന്നാവും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസിയൊക്കെ ആയിട്ടുള്ള വിനോദ് ചെറാട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിനോദ്, അവിടെ ഒരുപാട് സാധ്യതകൾ, ടൂറിസം സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ അങ്ങ് പ്രതീക്ഷിക്കുന്നത്? കുറച്ചും കൂടി എക്കോ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ സഞ്ചാരികളെ കൊണ്ടുവരാൻ പറ്റും. അതിനുള്ള ഒരു സ്പോട്ടും കൂടിയാണ്. കാരണം വാളയാർ മലനിരകളൊക്കെ ഇതൊക്കെയാണ്. ഒരുപാട് വന്യജീവികൾ ഇഷ്ടം പോലെയുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു
ടൂറിസമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. അമ്പിളിച്ചേലുള്ള അന്തർമണമുള്ള ഇമ്പത്തരുണിയാ പൂമുത്ത് ഹാജര. പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ഒരു കടലില്ലാത്തവരാണ് പാലക്കാട്ടുകാരെന്ന്. അങ്ങനെയുള്ള പാലക്കാട്ടുകാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമായി മാറുന്നുണ്ട് തെക്കേ മലമ്പുഴയിലെ ഈ റിസർവോയർ പ്രദേശം. അല്പം കൂടി ഡെവലപ്മെൻറ്റ് അതുകൊണ്ട് തന്നെ ഈ മേഖല അർഹിക്കുന്നുണ്ട്. കാരണം അത്രയധികം ആളുകൾ ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ സൗകര്യങ്ങൾ ഇവിടേക്ക് ഒരുക്കി നൽകിയാൽ അത് ഒരുപാട് സഞ്ചാരികളെ ഇവിടേക്ക് മാടി വിളിക്കും. അതുമാത്രമല്ല നല്ലൊരു ടൂറിസം കേന്ദ്രമാക്കി ഭാവിയിൽ ഇതിനെ വളർത്തിയെടുക്കാനും കഴിയും. എന്തായാലും ആ പോസിറ്റീവ് നോട്ടോടുകൂടി റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ ഈ അധ്യായം അവസാനിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരിടത്ത് കാണാം.